പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ ധ്യാനിക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി വന്ന് അതിൻ്റെ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളുടെ രക്ഷയെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യം വരുവാൻ ഇടയാക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. വചനം ഞങ്ങൾക്കൊരു മാറ്റം തരണമേ, ജീവിതത്തിൽ പരിവർത്തനം തരണമേ. കർത്താവെ, ഈ വചനം കേട്ട് കർത്താവിലേക്ക് തിരിയുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുകയാണ്. കർത്താവെ, വചനം തരണമേ. അടിയൻ്റെ നാവ് തുറക്കുമ്പോൾ, അടിയൻ്റെ അധരങ്ങൾ തുറക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് തന്നെ സംസാരിക്കണം. നീ വാക്കുകൾ തരണം, ആശയങ്ങൾ തരണം, വിശദീകരണം തരണം. അങ്ങനെ ഞങ്ങളെ നടത്തി പരിപാലിച്ച് ആത്മീയമായ വളർച്ചയ്ക്കും കർത്താവെ ജീവിത മാറ്റങ്ങൾക്കും ഇത് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊരിന്ത്യർ 1-ാം ലേഖനം 15 വരെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 16-ാം വാക്യം മുതൽ നമുക്ക് ചിന്തിക്കാം. 16-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 1:16. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു മനുഷ്യൻ്റെ ഉപദേശം തേടാൻ നിന്നില്ല. കർത്താവ് പൗലോസിനെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പുത്രനെ പറ്റി വിജാതരുടെ ഇടയിൽ പ്രസംഗിക്കണം. അത് ഈ പുത്രനെക്കുറിച്ചാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്. എവിടെ? വിജാതരുടെ ഇടയിൽ പ്രസംഗിക്കാനാണ്. അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന വാചകം, ഞങ്ങൾ ആരുടെയും ഉപദേശം നേടാനായിട്ട് നിന്നില്ല എന്നർത്ഥം. അതിൻ്റെ കാര്യം, വേറൊരു ആളുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ നയിക്കുകയാണ്. വെളിപ്പാടുകളുണ്ട്. കർത്താവാണ് അവനെ നേരിട്ട് വിളിച്ചത്. അതുകൊണ്ട് വേറൊരു ഉപദേശം അറിയേണ്ട കാര്യമില്ല. കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. എനിക്ക് വെളിപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിൽ വെളിപ്പെടുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നിൽ കൂടി വെളിപ്പെടുത്തുക എന്നും വേണമെങ്കിൽ ആ വാക്യത്തെ നമുക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കുന്ന ഒരു വാക്കാണത്. വിജാതിയരുടെ ഇടയിലുള്ള പൗലോസ് അപ്പസ്തോലിക ദൗത്യം, അത് ക്രിസ്തുവിൻ്റെ തന്നെ ദൗത്യം എന്നാണ് പൗലോസ് അത് ബന്ധപ്പെടുത്തി പറയുന്നത്. ഒരു മനുഷ്യൻ്റെയും ഉപദേശം എന്നുള്ള വാക്കിന്, മനുഷ്യൻ എന്നുള്ളതിന് മാംസരക്തങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ ഉപദേശങ്ങളൊന്നും നേടാനായിട്ട് ഞാൻ പോയില്ല. കാലാനുക്രമവും ഭൂമിശാസ്ത്രപരമായ വിശദീകരണങ്ങളൊക്കെ പൗലോസ് നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മാനുഷികമായ ഒരു ഉപദേശവും അധികം നേടാനായിട്ട് നിന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിനെ പൗലോസിന് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടി. അപ്പം പിന്നെ ആരോടും എന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു വെളിപ്പെടുത്തലാണ്. ക്രിസ്തു തന്നെ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. എഫെസോസ് 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയതാണല്ലോ. ഇനി എന്തിനാ ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി കൂടുതൽ പഠിക്കാൻ പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആരെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയത്? അവിടുത്തെ പുത്രനെ പറ്റി എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അത് ഒരു സംശയിക്കേണ്ട കാര്യം, പ്രിയപുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് ബൈബിളിൽ പലയിടത്തും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു ഒരിക്കൽ രൂപാന്തരപ്പെട്ടല്ലോ, ഒരു ഉയർന്ന മലയിൽ കയറി. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു, വസ്ത്രമോ പ്രകാശം പോലെയായി തീർന്നു. സൂര്യൻ വസ്ത്രമെല്ലാം നല്ല പ്രകാശമായിട്ട്
എന്നിട്ട് മേഘത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുന്നു. മത്തായിയുടെ സുവിശേഷം 17:5 എഴുതിയിരിക്കുകയാണ്, മേഘത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയപുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണെന്ന് നമുക്ക് സംശയിക്കാനൊന്നുമില്ല. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്തും ഇങ്ങനെ സംഭവിച്ചു. യേശു വെള്ളത്തിൽ നിന്ന് ഉയർന്ന് വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു മേഘത്തിൽ നിന്ന് പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്, ഒരു സ്വരം ഇങ്ങനെ ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1:11 അപ്പോൾ പ്രിയപുത്രൻ എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണെന്ന് വ്യക്തമാണ്. കൊളോസോസ് 1:13 പ്രിയപുത്രൻ എന്ന് അവിടെയും പ്രയോഗിച്ചിട്ടുണ്ട്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. പുത്രനെ പറ്റി പ്രസംഗിക്കാനാണ് പൗലോസിനെ നിയോഗിച്ചതെന്ന് 16 പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആരെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്? ക്രിസ്തുവിനെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. സുവിശേഷ പ്രഘോഷകർ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അവരുടെ പ്രസംഗം ക്രിസ്തുവിനെ പറ്റി ആയിരിക്കണം. ഒരു മുടന്തനെ സൗഖ്യമാക്കിയ ഒരു സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 3 വിവരിച്ചിട്ടുണ്ട്. അത് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നൊരു വാചകം 4 1-2 വാക്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഇതാണ്. അവിടെ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദൂക്കായരും അവർക്കെതിരെ ചെന്നിട്ടു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രസംഗിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവരുടെ പ്രസംഗ വിഷയം എന്താണ്? യേശു ക്രിസ്തുവിനെ ആധാരമാക്കിയാണ്, ഉയർപ്പിനെക്കുറിച്ച് ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 8 പീലിപ്പോസിൻ്റെ പ്രവർത്തനം കാണാം. പീലിപ്പോസ് ഒരു ഗ്രാമത്തിൽ ചെന്ന്, സമറിയയിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 8 35 പീലിപ്പോസിൻ്റെ വേറെ പ്രവർത്തനം നമുക്ക് കാണാം. അവിടെ ഷണ്ടനെ മാനസാന്തരപ്പെടുത്തുന്നൊരു കാര്യമാണ്. അവിടെയും പ്രസംഗിച്ചത് എന്താണ്? ഷണ്ടൻ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് ആ ഭാഗത്തെ വിശദീകരിച്ച് പറയുകയാണ്. പക്ഷേ ആരെക്കുറിച്ചാണ് പ്രസംഗം? യേശുവിൻ്റെ സുവിശേഷം തന്നെ. അവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ ആരെക്കുറിച്ചാണ്? അത് യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്, അവൻ്റെ മരണത്തെക്കുറിച്ചാണ്, അവൻ്റെ ഉയർപ്പിനെക്കുറിച്ചാണ്. ഇതെല്ലാം പഴയ നിയമഭാഗങ്ങളൊക്കെയും വ്യാഖ്യാനിച്ച് അത് ഷണ്ണിന് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. യേശുവിൻ്റെ സുവിശേഷം തന്നെയാണ് അവിടെയും പീലിപ്പോസ് പ്രസംഗിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 9:20 പൗലോസിന് മാനസാന്തരത്തിന് ശേഷമുള്ളൊരു കാര്യമാണ്. പൗലോസ് അധികം താമസിയാതെ തന്നെ യേശു ദൈവപുത്രനാണെന്ന് സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ഇത്രയും നാൾ ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ സിനഗോഗുകളിൽ കയറി പ്രസംഗിക്കുകയാണ്, യേശു ദൈവപുത്രനാണ്, ക്രിസ്തീയ നാമം ഉള്ള സകലരെയും ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് വിചാരിച്ച് വളരെ തീക്ഷ്ണതയോടുകൂടി നടന്ന പൗലോസ് ഇപ്പോൾ പ്രസംഗിക്കുന്നത് യേശു ദൈവപുത്രനാണ്. പ്രസംഗ വിഷയം യേശു തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പിന്നെയും പ്രസംഗം 1 കൊരിന്ത്യർ 1:23 പ്രസംഗമാണ്. അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു.
2 കൊരിന്ത്യരിൽ 4:5 പൗലോസ് ഇതുപോലൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെക്കുറിച്ചല്ല, പ്രത്യുത യേശു ക്രിസ്തുവിനെ കർത്താവായും യേശുവിന് വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരായും ആണ്. ഞങ്ങളെക്കുറിച്ച് പ്രഘോഷിച്ച് ഞങ്ങളതാണ് ഇതാണ് അതൊന്നും പറയുകയല്ല, ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരും. ഇതാണ് പൗലോസ് അവിടെ പറയുന്നത്. ഈ വാക്യത്തിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു തന്നെ ആയിരിക്കണം. സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. യേശുവിനെ അല്ലാതെ മറ്റ് പല വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാൻ അറിയാമായിരിക്കും, നമ്മൾ പ്രസംഗിക്കും. പക്ഷേങ്കിൽ അത് പ്രസംഗിക്കാനല്ല നമ്മളിപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്, യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ്. അതും ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. വിജാതരുടെ ഇടയിൽ പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം വിജാതിയരും യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളാണ്. അത് മനസ്സിലാക്കി അവരോട് സുവിശേഷം പ്രസംഗിക്കണം. പൗലോസ് അതിനുവേണ്ടി പ്രത്യേകം നിയമിതനാണ്. അല്ല, വിജാതിയരെ വിട്ടുകളയാനുള്ളവരല്ല. എഫേസോസ് 3 പൗലോസ് പറയുന്നു, വെളിപാട് വഴിയാണ് പൗലോസിന് ഈ കാര്യങ്ങളെല്ലാം ലഭിച്ചത്. 3-ാം അധ്യായം 3, 4, 5, 6 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിലെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളും ആണ്. അവരെ തള്ളിക്കളയാൻ പാടില്ല. അത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളാണ്. അത് അവരോടും പറയണം. പൗലോസ് പ്രത്യേകമായിട്ട് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് പൗലോസ് എടുത്ത് പറയുന്നു. സങ്കീർത്തനം 22:27 ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ദാവീദ് ഇങ്ങനെ പാടിയിരിക്കുകയാണ്: ഭൂമിയുടെ അതിർത്തിയിൽ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. നമ്മളിനി വാക്യം 17 കടക്കുകയാണ്. വാക്യം 17 ഞാൻ വായിക്കാം. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല, മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരികെ വരികയും ചെയ്തു. ദമാസ്കസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണല്ലോ യേശു കർത്താവ് പൗലോസിനെ തൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിച്ച് വിളിക്കുന്നതും. പിന്നെ ദമാസ്കസിലേക്ക് പോയി അനനിയാസ് എന്നാണ് അദ്ദേഹത്തിന് കണ്ണുകൾ കാഴ്ച ലഭിക്കാൻ പ്രാർത്ഥിച്ച് കാഴ്ച ലഭിക്കുന്നതും. ഇനി അത് കഴിഞ്ഞ് പൗലോസ് പറയുന്നത്, ഞാൻ ഉടൻ തന്നെ ജെറുസലേമിലേക്ക് പോയില്ല. അവിടെ ചെന്ന് പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഉണ്ട്, അവരോട് ചെന്ന കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. അവരോട് കൂടുതൽ അറിവുകൾ ലഭിക്കാൻ അതിന് ഞാൻ പോയില്ല. ഞാൻ നേരെ പോയത് അറേബ്യയിലേക്കാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അറേബ്യയിലേക്ക് പോയത്. എന്നാൽ ജെറുസലേമിലേക്ക് പോകാഞ്ഞത് എന്താണ്? നമ്മൾ പൊതുവേ മനസ്സിലാക്കുന്നത് ജെറുസലേമിന് ചില പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട്. യേശയ്യ 2:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും എന്നാണ് യേശയ്യ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 47 എഴുതിയിരിക്കുന്നു: പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാരമ്പര്യ കേന്ദ്രമായ ജെറുസലേമിൽ നിന്ന് അല്ല പൗലോസിന് അടിസ്ഥാനപരമായ ഉൾക്കാഴ്ച ലഭിച്ചത്. പൗലോസിനെ
രണ്ടാം തരക്കാരനായ അപ്പോസ്തലനായിട്ട് ചിത്രീകരിക്കുന്നതിനെ പൗലോസ് നിഷേധിക്കുകയും ചെയ്യുന്നു. ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയില്ല എന്നൊന്ന് വിചാരിച്ച് ഞാൻ രണ്ടാം തരക്കാരനായ അപ്പോസ്തലനല്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർ കണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ ശ്രേഷ്ഠമായ രീതിയിൽ ഞാൻ കണ്ടു. ഇതാണ് പൗലോസിന് പറയാനുള്ളത്. എന്നെ നിയമിച്ചത് യേശുക്രിസ്തു തന്നെയാണ്. അവരെ നിയമിച്ചത് യേശുക്രിസ്തു ആണെങ്കിൽ എന്നെയും യേശുക്രിസ്തു തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. ഞാനൊരു രണ്ടാം തരക്കാരനായ അപ്പോസ്തലനല്ല. അങ്ങനെ ആരും എന്നെ ചിത്രീകരിക്കണ്ട. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നതിൽ തെറ്റുണ്ട് എന്നും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. ഇതാണ് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. പൗലോസ് അറേബ്യയിലേക്കാണ് പോയത് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ദമാസ്കസിന് തെക്ക് കിഴക്കായി കിടക്കുന്ന അരേത്താസ് രാജാവിൻ്റെ നബേത്യൻ രാജ്യമാകാൻ ആണ് സാധ്യത. എടുത്തത് പറഞ്ഞിട്ടില്ല, എങ്കിലും സന്ദർഭം കൊണ്ട് സാഹചര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അരേത്താസ് രാജാവിൻ്റെ നെബത്യൻ രാജ്യമുണ്ട്, അറേബ്യ രാജ്യമാണ്. അപ്പോൾ അവിടോട്ടായിരിക്കണം പൗലോസ് പോകാനുള്ള സാധ്യത. ദമാസ്കസും അറേബ്യയും തമ്മിൽ അധികം ദൂരമുള്ള സ്ഥലമല്ല. പൗലോസ് പോയത് അറേബ്യയിലേക്കാണെന്ന് പ്രത്യേകം എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. തനിക്ക് ക്രിസ്തു വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ജെറുസലേമിൽ ചെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരെ കണ്ട് അവരുടെ അംഗീകാരം നേടേണ്ട കാര്യമില്ല. അതിനാലാണ് ജെറുസലേമിലേക്ക് പോകാതെ നേരെ അറേബ്യയിലേക്ക് പോയത്. അറേബ്യയിൽ നിന്നും തിരിച്ചു വന്നതും നേരെ ദമാസ്കസിലേക്ക് ആണ്. പിന്നെ അദ്ദേഹം കുറേ നാൾ ദമാസ്കസിലുണ്ടായിരുന്നു, അറേബ്യയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അത് എത്ര നാൾ, എത്ര കാലം, എത്ര വർഷം എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. ഇനി നമ്മൾ വാക്യം 18 കയറുകയാണ്. വാക്യം 18: 3 വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി. അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. കേപ്പായെ കാണാൻ പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കാണുക എന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കാണുക എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹിസ്റ്റോരേസെ എന്നാണ്. അതിൻ്റെ അർത്ഥം പല അർത്ഥങ്ങൾ വരാവുന്ന ഒരു വാക്കാണ്. ഗ്രീക്കിലെയും ലത്തീനിലെയും വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു സന്ദർശനം നടത്തുക എന്ന അർത്ഥമാണ് ഈ കാണുക എന്ന് പറയുന്നതിന്. കേപ്പായി കാണുക, കേപ്പായുടെ അവിടെ ചെന്ന് ഒരു സന്ദർശനം നടത്താനായിട്ട് ഞാൻ പോയി എന്നാണെന്നാണ് ഗ്രീക്കിലും ലത്തീനിലുമുള്ള വ്യാഖ്യാതാക്കൾ അതിനെ അർത്ഥമാക്കുന്നത്. അന്ന് ജെറുസലേമിലെ സഭയെക്കുറിച്ച് അവിടെ അവർ സ്വീകരിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ പൗലോസ് കേട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കി കാണും എന്ന് നമുക്ക് ചിന്തിക്കാം. കേപ്പായെ കാണാൻ എന്ന് പറയുമ്പോൾ കേപ്പ ആരാണ്? അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ശിമയോൻ പത്രോസ് തന്നെയാണ്. കേപ്പ എന്നത് പത്രോസ് തന്നെയാണ്, ശിമയോൻ പത്രോസാണ്. കേഫ എന്നുള്ളത് ആരം വാക്കാണ്. അതിൻ്റെ അർത്ഥം പാറ, കല്ല്, റോക്ക്, സ്റ്റോൺ എന്നതിൻ്റെ അർത്ഥം. ഗ്രീക്കിൽ അത് എഴുതുന്നത് കേഫാസ് എന്നാണ്. എസ് എന്നോട് ചേർക്കും. കേഫാസ് എന്നാണ്. സാധാരണയായി ഇതൊരു വ്യക്തിയുടെ പേരായിട്ടല്ല പറയുന്നത്. ആ പേര് വിളിക്കുന്ന ആളിൻ്റെ പ്രത്യേക സിദ്ധി, പ്രത്യേകമായ യോഗ്യത സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ കേഫ എന്നുള്ളത്. യാക്കോബ്, കേപ്പ, യോഹന്നാൻ അവരെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നു എന്ന് ഗലാത്യർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വാക്യം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഇക്കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി. ഞാൻ അവിടെ ആകെ കണ്ടത് യാക്കോബിനെയാണ്. ഇനി ആ യാക്കോബ് ആരാണെന്ന് നമുക്കൊന്നറിയണ്ടേ? ഇവിടെ യാക്കോബ് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ചാണ്. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ പെടുന്ന ആളല്ല. അപ്പോസ്തലന്മാരുടെ ഇടയിലും യാക്കോബ് എന്ന് പേരുള്ളവരുണ്ട്, അവരല്ല. യേശുവിൻ്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹമാണ് ജെറുസലേം സഭയുടെ ചുമതല വഹിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ വേദപുസ്തകത്തിലെ ചില വിവരണങ്ങൾ അനുസരിച്ച് അദ്ദേഹമാണ്
ജെറുസലേം സഭയുടെ ചുമതല ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കഴിഞ്ഞിട്ട് പൗലോസ് പോയത് സിറിയ, കിലിക്കിയ എന്നീ പ്രദേശങ്ങളിലേക്കാണ്. അത് പൗലോസിൻ്റെ സ്വന്തം നാടായ ഗ്രീക്കിലെ ആ സ്വന്തം നാടിൻ്റെ സമീപ പ്രദേശങ്ങൾ ആണ്. അങ്ങനെ പൗലോസിൻ്റെ ആ പ്രവർത്തനങ്ങളെല്ലാം തൻ്റെ സ്വന്തം നാട്ടിലാണ് പിന്നീട് അങ്ങോട്ട് പല വർഷങ്ങളിൽ തുടർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ അപ്പോസ്തല ദൗത്യം സ്വന്തം നാട്ടിലാണ് പിന്നീട് നിർവഹിച്ചത്. അവിടെയാണ് പൗലോസിൻ്റെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം. യൂദായിലെ സഭകളിൽ വ്യക്തിപരമായി പൗലോസ് അന്ന് ഇടപെട്ടിരുന്നില്ല, അവിടെ നടത്തിയിരുന്നില്ല. ഇനി നമ്മൾ 2-ാം അധ്യായത്തിലോട്ട് കയറുകയാണ്. 2-ന്റെ 1-ാമത്തെ വാക്യം, 14 വർഷത്തിന് ശേഷം ബാർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി, തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജെറുസലേമിലേക്ക് പോയി. ഇത് ഏത് സംഭവത്തിന് ശേഷം 14 വർഷം എന്ന് നമുക്ക് ചില വ്യക്തതയില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് തൻ്റെ മാനസാന്തരത്തിന് ശേഷം 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കണം ഈ സന്ദർശനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ ജെറുസലേമിൽ പോയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. ആ കാര്യവും ഇപ്പോൾ പറയുന്ന ഈ 14 വർഷം കഴിഞ്ഞ് ഞാൻ പോയി എന്ന് പറയുന്നതും ഒരേ സംഭവമാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ പൗലോസിൻ്റെ കൂടെ ബാർണബാസും തീത്തോസും കൂടെ ഉണ്ടായിരുന്നു. ഈ ബാർണബാസ് ആരാണ് എന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 36-37 വാക്യങ്ങളിൽ ബാർണബാസിനെ കുറിച്ച് ഏതാനും വാചകങ്ങളുണ്ട്. അപ്പോസ്തലന്മാർ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരാണ് ബാർണബാസ്. യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്ന ലേവ്യനാണ്. അദ്ദേഹത്തിന് ബാർണബാസ് എന്ന് അവരെ വിളിക്കാൻ കാരണം ആശ്വാസപുത്രൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ചെയ്തൊരു പ്രവൃത്തി, തനിക്കുണ്ടായിരുന്ന വയലെല്ലാം വിറ്റ് ആ തുകയെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു എന്ന് കാണാവുന്നതാണ്. പൂർണ്ണമായൊരു സമർപ്പണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പൗലോസിൻ്റെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീത്തോസ് എന്ന് പറയുന്നത് പൗലോസിൻ്റെ കൂടെ ഒരു സഹപ്രവർത്തനാണ്, ഗ്രീക്കുകാരനാണ്. അദ്ദേഹത്തിന് പരിച്ഛേദനകർമ്മം നടത്തിയിട്ടില്ല എന്നുള്ളതൊരു കാര്യമാണ്. പൗലോസ് തീത്തോസിന് ഒരു പ്രത്യേക ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. തീത്തോസിനെ പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ പുത്രൻ എന്നാണ് പൗലോസ് തീത്തോസിനെ അഭിസംബോധന ചെയ്യുന്നത്. അത്ര അടുപ്പമുണ്ടായിരുന്നു. ഇനി നമ്മൾ 18-ാം വാക്യത്തിലേക്ക്, 3 വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ഇനി നമ്മൾ 2-ാം വാക്യത്തിലേക്ക് കയറിയാണ്. 2-ാം അധ്യായം. അവിടെ പോയത് എന്തിനാണ്? ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. 14 വർഷം കഴിഞ്ഞ് പോയത് ഒരു വെളിപാടനുസരിച്ചാണ്. വാചകം ഇങ്ങനെയാണ്: അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. നമുക്ക് മൊത്തത്തിൽ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പൗലോസ് വിജാതരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ പൗലോസ് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന പാരമ്പര്യങ്ങൾ, യഹൂദന്മാർ നിർവഹിക്കുന്ന ഈ പരിച്ഛേദന കർമ്മം ആദ്യം നിർബന്ധം പിടിച്ചില്ല. യഹൂദര ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൽ ആയിരുന്നവർ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, പ്രത്യേകിച്ച് ഫരീസിയർ വന്നപ്പോൾ, അവരുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ രക്ഷിക്കപ്പെടുന്നു എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ. പക്ഷേ യഹൂദന്മാർക്കാണ് രക്ഷ. അപ്പോൾ ആദ്യം അവൻ യഹൂദ മതത്തിൽ തന്നെ ഉൾപ്പെടണം. യഹൂദ മതത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണമെന്ന് പറയുന്നത് പരിച്ഛേദന കർമ്മം സ്വീകരിക്കുക. അബ്രാഹ്മണ കാലം മുതലുണ്ടല്ലോ. പരിച്ഛേദന കർമ്മം സ്വീകരിച്ച് യഹൂദ മതത്തിലെ ഒരു അംഗമായി തീർന്നതിന് ശേഷം
അവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതാണ് രക്ഷ എന്നാണ് യഹൂദരായ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചത്. അങ്ങനെ അവരൊരു തെറ്റിദ്ധാരണയുണ്ടായി. അല്ലാതെ ഏതൊരാൾക്കും, വിജാതിയർക്ക് പോലും ക്രിസ്തുവിലെ വിശ്വസിച്ച രക്ഷയുണ്ടെന്നുള്ള ആ സംഗതിയിലേക്ക് അവർ എത്തിച്ചേർന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പൗലോസ് പ്രസംഗിക്കുന്ന, പൗലോസ് ലോകത്തിൻ്റെ അവസാന അറ്റം വരെയും പോയി പ്രസംഗിച്ച് വിജാതിയർക്ക് വേണ്ടി പ്രവർത്തിച്ച് അനേക വിജാതിയരെ ക്രിസ്തു വിശ്വാസത്തിലേക്കാക്കിയ വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ വിജാതിയരൊക്കെയും നമ്മൾ പോലും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായത്. ദൈവത്തിൻ്റെ വിളി അങ്ങനെ ആയിരുന്നു. നമ്മൾ അതിൽ ഭാഗവാക്കുകളായി. അപ്പോൾ ഇങ്ങനെ ഒരു എതിർപ്പ് പൗലോസ് പോകുന്നിടത്തൊക്കെ ഈ വ്യാജപ്രവാചകന്മാരെന്നൊക്കെ നമ്മൾ പറയാം, കള്ള സഹോദരന്മാരെന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പോയി പൗലോസ് പഠിപ്പിക്കുന്നത് തെറ്റാണെന്നും ഇങ്ങനെ യഹൂദമത വിശ്വാസിയായി തീർന്നിട്ട് ക്രിസ്ത്യാനിയാകണമെന്നൊക്കെയുള്ള രീതിയിൽ പഠിപ്പിച്ച് പരിച്ഛേദന കർമ്മത്തിന് വേണ്ടാത്ത പ്രാധാന്യവും കൊടുത്ത് അങ്ങനെ വഴക്കുണ്ടാക്കി സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു ഈ വ്യാജ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നവർ. അത് അന്നൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പൗലോസിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് തന്നെ പറയുന്നത്, ഞാൻ ഓടുന്നതും ഓടിയതും. അതെന്താണെന്ന് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, പൗലോസിൻ്റെ പ്രവർത്തനം സാവകാശത്തിൽ ഇങ്ങനെ ചെറിയ ഒരു കാര്യം ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് പറയുന്നത് പോലല്ല. പൗലോസിൻ്റെ സുവിശേഷ വേലയെക്കുറിച്ച് പൗലോസ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഓടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്നിൽ മാരാത്തോൺ ഓട്ടമൊക്കെ ഉണ്ട്. പൗലോസ് അതുമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചിലയിടത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അറിവാണ്. സ്വന്തം നാട്ടിലെയാണല്ലോ. ആ മാരാത്തോൺ ഓട്ടത്തിൽ അവർ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ഓട്ടത്തിൽ മാത്രം ശ്രദ്ധിച്ച് അതിൻ്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി അത് പരിപാലിച്ച് മുന്നോട്ട് പോയി ഫസ്റ്റ് പ്രൈസ് നേടും. അപ്പോൾ അവർക്ക് ഒലിവ് ഇല കൊണ്ടുള്ള കിരീടമൊക്കെ കിട്ടുന്നതെങ്കിലും ആ പേരുണ്ടല്ലോ. അപ്പോൾ മാരാത്തോൺ ഓട്ടത്തിൽ ജയിച്ചു എന്നൊക്കെ അവർ സന്തോഷിക്കും. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് തൻ്റെ സുവിശേഷ വേലയെ പറയുന്നത്. താൻ ഓടുകയാണ്, സാവകാശത്തിൽ പോവുകയല്ല, ഓട്ടമാണത്. ക്രിസ്ത്യ വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ രാത്രിയെന്നോ വിശപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതോ ഓടി ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ച വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ, ഒരു സുവിശേഷകനുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി പൗലോസ് പറഞ്ഞത് തന്നെ എന്താ? ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ ഓടുന്നതും ഓടിയതും എന്ന് പറയുന്നത്. അത് വ്യർത്ഥമായി പോകരുത്. മറ്റ് കുറച്ച് പേര് വന്ന് വേറെ രീതി പഠിപ്പിച്ചത് ആകെ തകർത്ത് ഇല്ലാതാക്കി നശിപ്പിച്ച് കളയാൻ പരിശ്രമിച്ചാലോ അത് വ്യർത്ഥമായി പോകരുത്. അതുകൊണ്ട് ഈ ഒരു വലിയ തർക്ക വിഷയം സഭയിൽ വന്നപ്പോൾ അതിനൊരു തീരുമാനമെടുക്കണം. അതിനാണ് പൗലോസ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ, ഞാൻ ഒരു വെളിപാട് അനുസരിച്ചാണ് പോയത്. ഒരു വെളിപാടനുസരിച്ച് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പൗലോസിന് ലഭിച്ച ഒരു വെളിപാടാണ്. പൗലോസിന് വെളിപാട് കിട്ടുന്ന ഒരു മനുഷ്യനാണല്ലോ. ദർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൗലോസിനോട് നേരത്തെ തന്നെ മാനസാന്തരത്തിന് സമയത്തിൽ കർത്താവായ യേശു പറഞ്ഞത് എന്താണ്? നീ ദമാസ്കസിലേക്ക് ചെല്ല്, നീ പറയേണ്ട കാര്യങ്ങൾ അവിടെ വെച്ച് നിന്നോട് അറിയിക്കും. അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഒരു പ്രശ്നം ജീവിതത്തിലുണ്ടാകുമ്പോൾ, തൻ്റെ പ്രവർത്തന രംഗത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. പൗലോസിനങ്ങനെ അനുഭവങ്ങളുണ്ട്. നമുക്കും ദൈവം ഒരു ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും, നമുക്കൊരു തീരുമാനം പറഞ്ഞു തരും. ഇത് വേദപുസ്തകത്തിൽ നമുക്ക് പലയിടത്തും കാണുവാൻ സാധിക്കും. ജോസഫ് പിതാവ് കന്യക മറിയത്തെ ഉപേക്ഷിക്കണോ എന്നൊരു ചിന്ത വന്നു. മാലാഖയെ അറിയിച്ചു വേണ്ട, അത് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചതാണ്, അവളെ ഭാര്യയായി സ്വീകരിക്കാൻ നീ വിഷമിക്കേണ്ട,
ഹെറോദേസ് യേശുവിനെ കൊല്ലാനുള്ള പരിപാടികളിട്ടപ്പോൾ ദൈവത്തിൻ്റെ വെളിപാട് അവിടെ ഉണ്ടായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൊണ്ട് ഓടിപ്പോവുക, ഈജിപ്തിലേക്ക് പോയി അഭയം പ്രാപിക്കുക. അന്ന് ഈജിപ്തിലെ പലരും പാലസ്തീനിൽ നിന്ന് പോയി അവിടെയൊക്കെ ജീവിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങോട്ട് ഓടിപ്പോകാൻ പറഞ്ഞു. ഹെറോദേസിൻ്റെ മരണശേഷം തിരിച്ചു വരാനായിട്ട് അറിയിപ്പ് കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ വെളിപാട് ഒരു പ്രശ്നത്തിന്മേൽ വിഷമിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരും. നമുക്കും ആ വെളിപ്പെടുത്തൽ ആശ്രയിക്കാൻ സാധിക്കും. കാരണം കർത്താവ് നമ്മളോട് പറയും എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ആ വിഷയത്തിന്മേൽ എന്താണ് ഒരു തീരുമാനമെടുക്കേണ്ടത്, നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ദൈവം തീരുമാനം തരും. ഇവിടെ പൗലോസ് പറയുന്നത് എനിക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പോയത്. ഏതായാലും ഒരു നോട്ടീസ് അയച്ചോ ഒരു വിളിച്ച പത്രോസോ യാക്കോബോ യോഹന്നാനോ വിളിച്ച് വരുത്തി ഒരു മീറ്റിംഗ് കൂടിയോ ഒരു സുന്നതോസ് കൂടിയോ ഒന്നും ആയിട്ടല്ല, പൗലോസിന് ലഭിച്ച വെളിപാടനുസരിച്ച് ആണ് പൗലോസ് പോയതെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രധാനികൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് യാക്കോബും പത്രോസും യോഹന്നാനെയും കുറിച്ചാണ്. പേര് എൻ്റെ അകത്ത് ലേഖനത്തിൽ വന്നിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ പൗലോസ് അതിനെ എഴുതിയിട്ടുണ്ട്. നേതൃസ്തംഭങ്ങൾ ഇവർ എന്ന് കണക്കാക്കപ്പെടുന്നത് പത്രോസും യാക്കോബും യോഹന്നാനുമാണ്. അവരോട് ചർച്ചയ്ക്ക് വേണ്ടിയാണ് പോയത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 3-ാം വാക്യത്തിൽ പറയുന്നു, എന്നോടുകൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദനത്തിന് നിർബന്ധിക്കപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്രോസും യാക്കോബും യോഹന്നാനും ജെറുസലേമിലുണ്ടായിരുന്നു. പൗലോസ് അവിടെ ചെന്നു. പൗലോസ് ചെന്നപ്പോൾ വിജാതരുടെ ഇടയിൽ പൗലോസിൻ്റെ പ്രവർത്തനമൊക്കെ പൗലോസ് അവിടെ വിശദീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് തന്നെയുമല്ല, പൗലോസ് അവിടെ പ്രസംഗിച്ച് പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ച കാര്യം ഒക്കെ അവർ പ്രസംഗിച്ചു, അതെല്ലാം അറിയിച്ചു. അപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അത് മനസ്സിലാക്കി കഴിഞ്ഞു. അവർ ഒരു എതിർപ്പൊന്നും കാണിക്കുന്നില്ല പരിച്ഛേദന കർമ്മം നടത്തണമെന്നുള്ളതിന്. അങ്ങനെ ആരെങ്കിൽ പൗലോസ് അതാ സൂചിപ്പിക്കുന്നത്. എൻ്റെ കൂടെയുള്ള തീത്തോസ് പൗലോസിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ പുത്രനെന്ന് വിളിക്കത്തക്കവണ്ണം അത്ര അടുത്ത ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഗ്രീക്കുകാരനാണ്. പക്ഷെ പൗലോസ് പറഞ്ഞില്ല പരിച്ഛേദന കർമ്മം നടത്താൻ. എന്നിട്ട് ഇവിടെ വന്നപ്പോഴും അവർക്കറിയാം ഈ ഗ്രീക്കുകാരനായ ഈ തീത്തോസ് പരിച്ഛേദന കർമ്മം ചെയ്തിട്ടില്ല. എങ്കിൽ യാക്കോബിനോ പത്രോസിനോ യോഹന്നാനോ പൗലോസിനോടൊന്ന് പറയാമായിരുന്നു അവനെ ഒന്ന് പരിച്ഛേദന കർമ്മം നടത്തണമെന്ന്. ഇല്ല, അവർ പറഞ്ഞില്ല. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഈ പരിച്ഛേദന കർമ്മത്തിന് വേണ്ടി ഇത്ര തീഷ്ണതയോടുകൂടി വാദിച്ച് ബഹളമുണ്ടാക്കുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും ഒന്നുമല്ല, അവിടെയുള്ള വേറെ ചിലരാണ്. അവരെക്കുറിച്ച് പൗലോസ് സൂചിപ്പിക്കുന്ന വ്യാജ സഹോദരന്മാരെന്നൊക്കെയാണ്. വ്യാജ്യമാണ്, വ്യാജ പ്രവാചകന്മാരെന്ന് എഴുതിയിട്ടുണ്ട്. അവർ തെറ്റ് പഠിപ്പിച്ച് ഇവിടെ ഒരു കലഹമുണ്ടാക്കുന്ന അതിനുവേണ്ടി ചെയ്യുന്നതാണ്. മറ്റവർക്ക് ആ തർക്കം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കലഹമുണ്ടാക്കുന്ന എവിടാണെങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ കലഹം ഉണ്ടാക്കുന്നിടത്ത് ദൈവ സാന്നിധ്യമില്ല. എവിടാണോ കലഹം നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, അവിടെ ദൈവ സാന്നിധ്യമില്ല. യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തുവാ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, ഐക്യപ്പെട്ടിരിക്കണം. പൗലോസിൻ്റെ പ്രസംഗത്തിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഐക്യം, യൂണിറ്റി അത് ഉണ്ടാകണം, സ്നേഹപൂർവ്വമായിരിക്കണം, നിങ്ങൾ സ്നേഹിക്കണം പരസ്പരം. ഇതല്ലയോ യേശു പഠിപ്പിച്ചത്, ഇതല്ലയോ അപ്പോസ്തലന്മാരെല്ലാം പ്രസംഗിച്ചത്. പക്ഷെങ്കിൽ കലഹമുണ്ടാക്കാൻ ചിലർ മുന്നോട്ടിറങ്ങി വരും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അവരൊക്കെ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്, ബഹളമുണ്ടാക്കുക, വഴക്കുണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ദൈവസാന്നിധ്യമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഈ കാലഘട്ടത്തിലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കും, കലഹമുണ്ടാക്കുന്നിടത്ത് ഒരിടത്തും ദൈവസാന്നിധ്യവും ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ഇല്ല.
ആരാണ് കലഹമുണ്ടാക്കുന്നത്? അതൊക്കെ പഠിച്ചോളൂ. ആര് കലഹമുണ്ടാക്കിയാലും അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമില്ല. കാര്യം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. അവിടെ കലഹമില്ല, ഐക്യവും സമാധാനവുമായിരിക്കും. ബഹളവും വഴക്കും ഉണ്ടാക്കുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യമില്ലെന്ന് രണ്ട് കൂട്ടരും മനസ്സിലാക്കിക്കോണം. ആരാ വഴക്കുണ്ടാക്കിയത്, ആരാ ബഹളം ഉണ്ടാക്കിയതെന്ന് ഞാൻ തീരുമാനിക്കാൻ ഞാനാളല്ലല്ലോ. ആരായാലും അവർ മനസ്സിലാക്കിക്കോണം, ഞങ്ങൾ നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ല എന്ന് മനസ്സിലാക്കിക്കോണം. വഴക്കുണ്ടാക്കിക്കൊണ്ട് കുർബാന ചൊല്ലാൻ പാടില്ല. നിൻ്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും മനസ്സിൽ എതിര് ഉണ്ടെന്ന് നീ തോന്നുന്നുവെങ്കിൽ നിൻ്റെ ആ കാഴ്ചവസ്തു അവിടെ വെച്ചേക്ക്. നീ പോയി ആദ്യം സഹോദരനോട് രമ്യപ്പെടുക. അത് കഴിഞ്ഞ് വന്നിട്ട് മതി നിൻ്റെ നേർച്ചയും കാഴ്ചയും ബലിയർപ്പണവും. ഇത് കർത്താവായ യേശു പറഞ്ഞ വാക്യമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തിടത്ത് കിടന്ന് ബഹളമുണ്ടാക്കുന്നു എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസ് ഇവിടെ തീത്തോസിനെ പരിച്ഛേദന കർമ്മം നടത്താൻ പത്രോസും യാക്കോബും യോഹന്നാനും ഒന്നും പറഞ്ഞില്ല എന്ന് എടുത്തു പറയാൻ കാരണം അവർക്ക് പരിച്ഛേദന കർമ്മത്തെക്കുറിച്ച് അത്ര പ്രാധാന്യമേ അവർ കൽപ്പിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പൗലോസ് ഇതൊരു ഓട്ടമത്സരമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ആ നിയമങ്ങളൊക്കെയും പാലിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് മുന്നേറുവാൻ, ഒന്നാം സ്ഥാനത്ത് എത്താനാണല്ലോ മത്സരക്കാർ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ പരിശ്രമിച്ചോളൂ. പക്ഷേ എല്ലാ വ്യവസ്ഥകളും പാലിച്ചിരിക്കണം. ആവശ്യമില്ലാത്ത ഒരു വ്യവസ്ഥയും ഇതിനോട് കൂട്ടിച്ചേർക്കരുത്. കർത്താവ് പറഞ്ഞതൊക്കെ മതി, കൂടുതലായിട്ട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. അവരുടെ മേൽ ഭാരമുള്ള ചുമട് കയറ്റി വയ്ക്കരുത്. നമ്മളോ പോകുന്നില്ല, അവർ പോകുവാൻ നമ്മൾ അനുവദിക്കുന്നുമില്ല എന്ന നിലയിൽ ഇതായി പോകരുത്. നമുക്ക് പോകാൻ വയ്യെങ്കിൽ അവരേലും അങ്ങ് പോകട്ടെ എന്നൊരു തീരുമാനത്തിൽ വേണം നമ്മൾ എത്തിച്ചേരുവാൻ. തുടർന്ന് നമ്മൾ വാക്യം 4 കയറുകയാണ്. വാക്യം 4: യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുവന്നാക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. വ്യാജ സഹോദരന്മാരാരാണെന്ന് ഇപ്പം നമുക്ക് വ്യക്തമായി. യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുവന്നാക്കുന്നതിന്, അതാണ് അവരുടെ പരിശ്രമം. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളുടെ അകത്ത് മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. പൗലോസ് അതാണ് നമ്മളോട് എടുത്തെടുത്ത് പറയുന്നത്. ഗലാത്യർ 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുകയാണ്. അതൊരു സ്വാതന്ത്ര്യത്തിലേക്കാണ്. നാം അടിമകളായിരുന്നു. ആരുടെ അടിമകൾ? ജഡത്തിൻ്റെ അടിമകളെന്ന് നമുക്ക് പറയാം, പിശാചിൻ്റെ അടിമകളെന്ന് നമുക്ക് പറയാം. ആ പിശാചിൻ്റെ അടിമകളായിരുന്ന നമ്മളെ സ്വാതന്ത്ര്യം നൽകി. അതാണല്ലോ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ കർത്താവ് പറഞ്ഞത്, നീയും നിൻ്റെ പുത്രനും നിൻ്റെ സന്തതിയും തമ്മിൽ, സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതയുണ്ടാക്കും, അവൻ നിൻ്റെ കുതികാൽ ചവിട്ടും. ക്രിസ്തുവിനാൽ പിശാച് തകർക്കപ്പെടുകയും നാം പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുകയും ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞു. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. നാം ഇപ്പോൾ പിശാചിൻ്റെ അടിമത്തത്തിലല്ല. പിശാച് യേശുവിനോട് പറഞ്ഞത് എന്താ? നീ എന്നെ ഒന്ന് താണ് വീണ് ആരാധിച്ചാൽ ഈ കാണുന്നതല്ലേ എൻ്റെ അല്ലേ, ഞാനങ്ങ് വിട്ടു തന്നേക്കാം. യേശു ക്രിസ്തുവിൻ്റെ പദ്ധതി ക്രൂശിൽ തൂങ്ങി പാപപരിഹാരം നമുക്ക് നമ്മുടെ ശിക്ഷ അവൻ വഹിച്ച് നമ്മളെ സ്വാതന്ത്ര്യം നേടിത്തരാൻ ആ കർത്താവായ യേശു ഇങ്ങോട്ട് മനുഷ്യനായി വന്നത്. പക്ഷേ പിശാച് പറഞ്ഞു,
നീ ക്രൂശിൽ തൂങ്ങുകയൊന്നും വേണ്ട, നീ അങ്ങ് സന്തോഷത്തോടിരുന്നു, നീ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി, എന്നെ വീണ് ഒന്ന് സാഷ്ടാംഗം വീണൊന്ന് ആരാധിക്കുക, എല്ലാം അങ്ങ് വിട്ടു തന്നേക്കാം. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. യേശു ദൈവമല്ലേ, അവനതെല്ലാം അറിയാമല്ലോ. അപ്പോൾ യേശു പറഞ്ഞു, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ലിഖിതങ്ങളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാണ്. വിശുദ്ധ ലിഖിതങ്ങളിൽ പറയുന്നത് പോലെ തന്നെ അനുസരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അത് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതെന്നുള്ളതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മൾ പാലിക്കണം. എഴുതപ്പെട്ടതിന് വിപരീതമായിട്ട് നമ്മളൊന്നും ചെയ്യരുത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വാതന്ത്ര്യം നേടി തന്നിരിക്കുന്നു. ആരെ? ക്രിസ്തു. എവിടെ നിന്ന്? പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. രണ്ടാമത് ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. അതായത് ഗലാത്യർ 5:13 ഇങ്ങനെ പൗലോസ് പറഞ്ഞിരിക്കുന്നു, സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സ്നേഹിക്കുകയും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി എന്നതാണ് ഗലാത്യ ലേഖനത്തിൻ്റെ സന്ദേശത്തിൻ്റെ അതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് പോലെ നാം സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. കർത്താവ് നമ്മുടെ അടിമത്തത്തിൽ നമ്മളെ വിടുവിച്ചു. അവൻ വില കൊടുത്ത് നമ്മളെ വാങ്ങി. മോചനദ്രവ്യം അവൻ കൊടുത്തു. നമ്മളെങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചു? അയ്യോ, ഞാൻ പിശാചിൻ്റെ അടിമയായിരുന്നല്ലോ, എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചു? അന്ന് അടിമ കച്ചവടങ്ങളൊക്കെ നിലനിൽക്കുന്നൊരു കാലത്ത് ആൾക്കാർക്കത് വ്യക്തമായി മാറും. എങ്ങനെയാണ് സ്വാതന്ത്ര്യം വാങ്ങിക്കേണ്ടത്? വേറൊരു യജമാനന് ഒരു ദാസനെ, അടിമയെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മോചനദ്രവ്യം കൊടുത്തിട്ട് ഇവനെ ഇങ്ങെടുക്കണം. എത്ര രൂപ മോചനദ്രവ്യം എന്നുള്ളത് നിശ്ചയിക്കും. അതങ്ങ് കൊടുത്താൽ ഈ അടിമ സ്വതന്ത്രനായി. പിന്നെ അവന് ആരാണോ, ഏത് യജമാനാണ് അവന് സ്വാതന്ത്ര്യം കൊടുത്ത് ആ യജമാനൻ്റെ വക അടിമയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടും, വില കൊടുക്കണം, മോചനദ്രവ്യം കൊടുക്കണം. കർത്താവ് മോചനദ്രവ്യം കൊടുത്തിട്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. നാം ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അടിമയാണ്. അതുകൊണ്ടാണ് പൗലോസ് എടുത്ത് പറയുന്നത്, നമ്മളെ സുഖത്തിന് വേണ്ടി ഇങ്ങോട്ട് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്, ഭൗതിക സുഖമാണെന്ന് കരുതരുത്. കർത്താവിൻ്റെ മക്കളാണ്. നമ്മളെ കർത്താവിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ അവന് വേണ്ടി വേല ചെയ്യണം. നമ്മളെ വില കൊടുത്തിരിക്കുകയാണ്. എന്താണ് വില കൊടുത്തതെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ അവൻ്റെ രക്തം ചൊരിഞ്ഞത്, അവൻ്റെ രക്തം നമ്മുടെ മോചനദ്രവ്യമായി കൊടുക്കാനായിരുന്നു. അവസാനത്തെ തുള്ളി രക്തം വരെയും അവൻ നമുക്ക് വേണ്ടി ചിന്തതിൻ്റെ അർത്ഥം ആ മോചനദ്രവ്യം പൂർത്തീകരിക്കാനാണ്. അവസാനത്തെ തുള്ളി വരെയും കൊടുത്തു. നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങി. നമ്മൾ സ്വതന്ത്രരാണ്. നമ്മൾ ഇനിയും പാപത്തിൻ്റെ അടിമകളല്ല. പാപത്തിൻ്റെ അടിമകളാണെന്നും പറഞ്ഞ് നമ്മളിനി ഇരിക്കരുത്. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആശയം തന്നെ പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 6:22 ഞാൻ വായിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്. നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മൾ ദൈവത്തിന് അടിമകളാണ്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപമെന്തിയെ? കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയല്ലേ, പാപം കഴുകിക്കളഞ്ഞിരിക്കുകയല്ലേ യേശുവിൻ്റെ രക്തത്താൽ. നാം അത് വിശ്വസിക്കുമ്പോൾ അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപക്കറകൾ കഴുകി നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവാകുന്ന ആ വിശുദ്ധിയുടെ ആത്മാവ് നമ്മളിലേക്ക് വന്ന് വസിക്കുന്നു. ഈ ലോകത്തിൽ പിന്നെ നമ്മളൊരു മരണമുണ്ട്. ആ മരണം കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാപിക്കാൻ യോഗ്യരാണ്. നിത്യജീവൻ നമുക്ക് അവകാശപ്പെട്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മാറി ക്രിസ്തുവിൻ്റെ അടിമയായി തീർന്നപ്പോൾ, അവൻ മോചനദ്രവ്യം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നമുക്കുള്ളതാണ് നിത്യജീവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിത്യജീവൻ നമുക്ക് അവൻ അവകാശമായി തന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. കർത്താവിൻ്റെ ദാസനെക്കുറിച്ച്
ഏശയ്യ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഏശയ്യ 42:7 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാചകമാണ് ഏശയ്യ. അത് വിശദീകരിക്കുന്നില്ല. അന്ധർക്ക് കാഴ്ച നൽകാനാണ്, തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കാനാണ്. നമുക്ക് അന്ധകാരത്തിലിരിക്കുന്നവർക്ക് ഇരുട്ടറയിൽ നിന്ന് മോചനം ലഭിക്കുന്നു, കാരാഗ്രഹത്തിലിരിക്കുന്നവരെ വിടുവിക്കുന്നു. അങ്ങനെ അവൻ ജനതകൾക്ക് ഒരു പ്രകാശമായിരിക്കുന്നു എന്ന് ഏശയ്യ പ്രവചിച്ചിരിക്കുക. റോമാലേഖനം 8:2 പൗലോസ് പറയുന്നു, നമ്മളിപ്പോൾ ജീവാത്മാവിൻ്റെ നിയമത്തിനാണ് അടിമകളായിരിക്കുന്നത്. യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. പാപിയാണെന്നല്ല പറയേണ്ടത്, കർത്താവിൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, സ്തോത്രം കർത്താവേ, നന്ദി എന്നാണ് നമ്മൾ പറയേണ്ടത്. നമുക്ക് 5-ാമത്തെ വാക്യം കൂടെ 2:5 കൂടെ നമുക്ക് വായിച്ച് നോക്കാം. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല, അത് സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതാണ്. വ്യാജപ്രവാചകന്മാർ കടന്നുകൂടിയെങ്കിലും പൗലോസ് പറയുന്നത് ഞങ്ങൾ അവർക്ക് ഒരു നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. അതെന്തിനാ? അത് സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ്. സുവിശേഷത്തിൻ്റെ സത്യം നിലനിർത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ സത്യത്തിനൊരു മാറ്റവും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചത്. നിലനിർത്തേണ്ടതിന് വേണ്ടി ഞങ്ങൾ അവർക്ക് ഒരു നിമിഷത്തേക്ക് പോലും കീഴടങ്ങിയില്ല. സുവിശേഷത്തിൽ മായം ചേർക്കാനോ വെള്ളം ചേർക്കാനോ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്കോ പൗലോസ് തയ്യാറല്ല. ജെറുസലേമിലെ ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കി അയച്ച കത്തിൻ്റെ ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ വാചകം ഇങ്ങനെ ആരംഭിക്കുകയാണ്: ഞങ്ങളിൽ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനഃശാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്ന് ഞങ്ങൾ കേട്ടു. ചിലർ വന്ന് ചില പ്രസംഗങ്ങളൊക്കെ നടത്തി നിങ്ങൾക്ക് മനഃശാഞ്ചല്യം ഉണ്ടാക്കി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് ഞങ്ങൾ കേട്ടു. അതാണ് അവർക്ക് പറയാനുള്ളത്. സുവിശേഷ സത്യങ്ങൾ മനുഷ്യൻ്റെ ചിന്തയോ ഇച്ഛയോ സ്വാർത്ഥലാഭമോ നോക്കി വളച്ചൊടിക്കുവാനുള്ളത് അല്ല. അതുകൊണ്ടാണ് സുവിശേഷ സത്യം എന്ന് എഴുതിയിരിക്കുന്നത്. അത് കർത്താവിൻ്റെ വചനമാണ്, അതിൽ നമ്മൾ വളയ്ക്കണ്ട, അത് സത്യമാണ്. ഏശയ്യ 2:3 ഇങ്ങനെ പറയുന്നു: അനേകം ജനതകൾ പറയും, വരുവീൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മളെ പഠിപ്പിക്കും, ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ ഗിരിയിലേക്ക് പോയിട്ട് അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാം. അത് നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് ജീവിക്കാം. സത്യം, സുവിശേഷ സത്യം, അത് വളച്ചൊടിക്കരുത്, ഒന്നും കൂട്ടിച്ചേർക്കരുത്, ഒന്നും കുറയ്ക്കരുത്, ഒരു വിട്ടുവീഴ്ചയും അവിടെ വരുത്തരുത്. അത് കർത്താവിൻ്റെ വചനങ്ങളാണ്. ഭാരമുള്ള ചുമട് കയറ്റി മറ്റുള്ളവരെ വിഷമിപ്പിച്ച് അവർക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ആക്കി തീർക്കരുത്. നമ്മൾ പോകണം, നമ്മളോ പോകാതെ അവരും പോകാൻ അനുവദിക്കാത്ത സ്ഥിതി ഒരിക്കലും വരരുത് എന്ന് ഓർത്തോണം എന്ന് ചുരുക്കം. നമുക്ക് നമ്മുടെ സമയമനുസരിച്ച് നമുക്ക് 5-ാം വാക്യത്തിൽ നമ്മൾ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത്, ഇന്ന് നമ്മൾ പഠിച്ചത്, ഇന്ന് നമ്മൾ ധ്യാനിച്ചത് ഗലാത്യർ 1:16 മുതൽ 2:5 വരെയുള്ള വാക്യങ്ങളാണ്. പൗലോസ് നടത്തിയ സുവിശേഷ പ്രഘോഷണം, പൗലോസിന് ലഭിച്ച വെളിപാട്,
ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ വെളിപാടനുസരിച്ചാണ് പൗലോസ് പ്രസംഗം നടത്തിയത്. ഇതൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളിയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജീവാത്മാവിൻ്റെ നിയമത്തിൻ്റെ കീഴിലാണ്. സുവിശേഷ സത്യങ്ങൾ അതേപടി നമ്മൾ സ്വീകരിക്കണം, മാറ്റം വരുത്തരുത്. ഭാരമുള്ളൊരു ചുമടല്ല, അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കൃപയാണത്. അധ്വാനത്തിൻ്റെ ഫലമൊന്നുമല്ല, ഇത് കൃപയത്രേ. അത് നമ്മൾ മനസ്സിലാക്കി കർത്താവിനോട് നന്ദിയുള്ളവരായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. 96-ാമത്തെ എപ്പിസോഡ് അടുത്ത പ്രാവശ്യം 2-ാം അധ്യായം 6-ാം വാക്യം മുതൽ നമുക്ക് പഠിച്ച് ധ്യാനിച്ച് പോകാം. അതുവരെയും എന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.